ഒരുപാട് കർമ്മികൾ ഇന്ന് കർമ്മമേഖലയിലുണ്ട്. അത്രത്തോളം ഈ ജ്യോത്സ്യം പ്രശ്നം അല്ലെങ്കിൽ കർമ്മികളെ അങ്ങോട്ട് കൂടുതൽ ഈ പ്രശ്നം വയ്ക്കുന്ന ആളുകൾ ജ്യോതിഷന്മാരുണ്ട്. അതിൽ കുറച്ചൊക്കെ സ്ത്രീകളുണ്ട്, പ്രശ്നമാർഗമൊക്കെ പഠിച്ച് ജ്യോത്സ്യം വയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ അധികം കർമ്മം ചെയ്യുന്ന ആളുകൾ കണ്ടതായിട്ട് അല്ലെങ്കിൽ കേൾക്കുന്നതായിട്ട് കുറവാണ്. ഭക്തിയുടെ അതിപ്രസരത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ദൈവങ്ങളായിട്ട് കാണിക്കുന്നത് ഒരുപാടുണ്ട്. പക്ഷെ നല്ലൊരു കർമ്മിയായിട്ട് കാണുന്നവർ അപൂർവമുള്ളൂ. വെറുതെ ഒരു ആള് ഇങ്ങനെ ഒരു അമ്മയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ദേവിയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ അധികം പ്രയാസങ്ങളില്ല. അദ്ദേഹത്തിനെ പരിപാലിക്കാൻ ആളുകളുണ്ട് വെച്ചെങ്കിൽ തീരും വിഷമില്ല. പക്ഷെ ഒരു കർമ്മം പഠിച്ചിട്ട് അതൊരു പരിഹാരങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദൈവികമായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ ആരും അംഗീകരിക്കില്ല. എങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം പഠിക്കുകയാണെങ്കിൽ അവർക്കും ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ജ്യോത്സ്യം പഠിക്കുന്ന പോലെ തന്നെ കർമ്മമേഖലയിലും അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ഭക്തിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല സ്ത്രീകൾ. ചില അമ്മമാര് മലയ്ക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ ഗ്രാമങ്ങളിലാണ് കൂടുതൽ കാണാനായിട്ട് കഴിയുക. ഫ്ലാറ്റുകൾ താമസിക്കുന്നവർക്കൊന്നും അത്ര പറഞ്ഞ അറിയില്ല. ഗ്രാമവാസികൾ, ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് ഒക്കെ ഉള്ളവർക്കൊക്കെ അറിയാം. അവിടെയൊക്കെ ഭക്തിയുടെ അതിപ്രസരമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വീട് ഒക്കെ അടിച്ച് തുടയ്ക്കേണ്ടതാച്ച് തുടച്ച് ചാണം മെഴുകി മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി അവിടെ ചാണം തെളിച്ച് ആ ദൈവത്തിന് വിളക്ക് വെച്ച് അല്ലെങ്കിൽ ഒരു ക്ഷേത്രമോ മറ്റുകൊണ്ട് വെച്ചാൽ അവിടെ അവർക്ക് വിളക്ക് വെച്ച് തൊഴുതതിന് ശേഷമേ ചിലർ ചായക്ക് വെള്ളം വയ്ക്കുള്ളൂ. അത്രയും വിശ്വാസമാണ്. അത്രയും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മന്ത്രേ പഠിക്കണമെന്നില്ല. കാരണം നിത്യം ചെയ്യുന്നതാണ് അവർ. ആ ദേവീദേവന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടായാലും ശരി, വീടിന് വേണ്ടിയിട്ടായാലും ശരി, നിത്യം ചെയ്യുന്നതാണ്. അവരിൽ പ്രത്യേക ഒരു ദൈവിക ശക്തി അവരിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ മെൻസസ് പീരീഡില് ഒരു 7 ദിവസമാണ്. അതിൽ അവർക്ക് വിഷമമില്ല. കാരണം അത് ഉള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു 7 ദിവസം ഒന്ന് മാറിയിരിക്കുക എന്നുള്ളൊരു മനോഭാവം അവരുടെ മനസ്സിലുണ്ട്. നമ്മൾ മറ്റുള്ളവരായിട്ട് ഇടപഴകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ദൈവികമായിട്ടുള്ളതായ കാര്യങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നുള്ളത് മറ്റൊരാളുകൾ പറയുന്നതിനായിട്ട് കൂടുതൽ പഴയ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. അവരതിനെ മുഖം കൊടുക്കാതെ അവർ മാറിയിരിക്കും. അപ്പോൾ വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുളത്ത്. അപ്പം ഇങ്ങനൊരു കാര്യം ഒരു ആൾ ചോദിക്കേ, ഇങ്ങനെ സ്ത്രീകൾ കർമ്മ മേഖലയിലേക്ക് അങ്ങനെ ധാരാളം ഉണ്ടോ എന്നുള്ളത്. അപ്പം അത് വിരളമായിട്ടേ ഉള്ളൂ. അപ്പം അത് പേടിയില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരു പശുവുണ്ട്. അത് ചെറുപ്പം മുതലേ പശുവിനെ കാണുകയെന്ന് വെച്ചെങ്കിൽ അവരെ പേടി തീരും. പശുവിൻ്റെ അടുത്ത് വന്നിട്ട് പശുവിന് നല്ല ഇണക്കവും കുട്ടിയോട് ചെറുപ്പത്തിൽ മുതൽ തന്നെ. വലുതായി കഴിഞ്ഞാൽ എത്ര പശുക്കളുണ്ടെങ്കിലും പേടിക്കാനായിട്ടില്ല. അവരുടെ അടുത്തേക്ക് പോകാം. എത്ര കുത്തുന്ന പശുവായാലും ശരി, ചെറുപ്പം മുതലേ പരിചയം വെച്ചെങ്കിൽ അവരൊന്നും ചെയ്യില്ല. അത് എന്ത് മൃഗങ്ങളായാലും ശരി, എന്തായാലും ശരി. അപ്പം അതേപോലെ തന്നെ ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടാ. ചെറുപ്പം മുതലേ ഈ ദൈവികമായിട്ടുള്ളതായ കാര്യങ്ങളൊക്കെ കണ്ടുപഠിക്കുന്നവർക്ക് നല്ലൊരു പ്രത്യേകിച്ചൊരു ആത്മധൈര്യം ഉണ്ടായിരിക്കും. കാരണം അവർ അച്ചാച്ചനോ അല്ലെങ്കിൽ ആങ്ങളോ അവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് കർമ്മം ചെയ്യുന്നതും മന്ത്രം ജപിക്കുന്നതും പൂജകൾ ചെയ്യുന്നതും ദൈവങ്ങൾക്ക് എങ്ങനെയാണ് പൂജ ചെയ്യുക, അല്ലെങ്കിൽ പരിഹാര പൂജകൾക്ക് എങ്ങനെ ഇരിക്കുക, എങ്ങനെ കർമ്മങ്ങൾ ചെയ്യുക, എന്തെല്ലാം സംഗതികൾ വേണം എന്നുള്ളത് ഇതിനെ നിത്യം കാണുന്ന ആളുകൾക്ക് അറിയും. അവർക്കൊക്കെ അത്തരം ആളുകൾ വേണം ഈ ഇതിലേക്ക് വരാനായിട്ട്. കാരണം അപ്പം അവർക്ക് പേടി ഉണ്ടാവില്ല, നല്ലൊരു ധൈര്യമായിരിക്കും. ധൈര്യമാണ് ഇതിനാവശ്യം. ഒപ്പം മനസ്സ് നിറഞ്ഞ ഭക്തി, കളങ്കമില്ലാത്ത ഭക്തി. അത് ഭക്തി ഉണ്ട് എന്നുള്ളത് മറ്റുള്ള ആളുകളുടെ മുന്നിൽ വരുത്തിയിട്ട് ഉള്ളൊരു സീൻ ഉണ്ടാക്കലല്ല.
അത് കൃത്യമായിട്ട് ഏതാ ദേവത വെച്ചെങ്കിൽ അതിനെ പ്രാർത്ഥിക്കുക, വിളക്ക് വയ്ക്കുക, സന്ധ്യാനാമം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള ആ പ്രാർത്ഥനകൾ തന്നെ ഉണ്ട് വെച്ചാൽ ധാരാളമായി. ഒരു കർമ്മിയുടെ വീട്ടിലത്തെ ഒരു അമ്മയാവട്ടെ, പെങ്ങളാവട്ടെ, ഇനി ഒരു ഭാര്യ ആവട്ടെ, ഒരു കർമ്മിയില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒരു ജോലിസ് അല്ലെങ്കിൽ പരിഹാരം ചെയ്യുന്ന ആ ആളില്ലാത്ത സമയത്ത് എന്തെങ്കിലും ഒരു വിഷമമായിട്ട് ഒരാൾ വന്നു ചിരിക്കാം വീട്ടിലേക്ക്. കുട്ടിക്ക് വയ്യ, അത് പേടിച്ച് കരയാണ്, അല്ലെങ്കിൽ രാത്രിയിൽ ഉറക്കമില്ല, ഞെട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ സ്വാമീനെ കാണാൻ ചുറ്റും വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അപ്പോൾ അവിടെ ആളില്ലാന്ന് വിചാരിക്കുക. ഈ സ്വാമി എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അദ്ദേഹം നല്ല പൂജയ്ക്ക് പോയിരിക്കാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യത്തിന് പോയിരിക്കാവും. പക്ഷെ ഇവർ വരുന്ന സമയത്ത് ഇവിടെ ആരും ഇല്ലെങ്കിൽ അവരെ മടക്കി പറഞ്ഞയക്കാൻ പറ്റില്ല. അയ്യോ കുട്ടിക്ക് വയ്യാത്താണ്, എന്തപ്പം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ സഡൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു ഭസ്മം എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ, ഇത് കൊണ്ടുപോളോ, നാളെ വന്നാൽ മതി, അതുവരെ കുഴപ്പമുണ്ടാവില്ല എന്നൊരു വാക്ക് പറയുന്ന ആ വാക്കിനുണ്ട് ഒരു ശക്തി. ആ വാക്കിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ അവരുടെ ഉപാസനമൂർത്തികളോടുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പറയുന്നത് നാളെ വന്നോളോ, ഒന്നും ഉണ്ടാവില്ല കുട്ടിക്ക് എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ ഒരു കർമ്മിയുടെ ലക്ഷണമാണ്. അപ്പം അത്രയൊക്കെ പറയാനായിട്ട് കാരണം. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ആ ദേവിദേവന്മാരുടെ മന്ത്രങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പല ആളുകളും അങ്ങനെയാണ്. ഇപ്പം നമ്മുടെ അടുത്ത് പരിചയമുള്ള ഒരു ക്ഷേത്രത്തിലാണ്. അപ്പം അവിടുത്തെ മക്കളൊക്കെ എണീക്കാനായിട്ട് മുൻപ് അവിടുത്തെ അമ്മയാണ് എണീറ്റ് അവിടുത്തെ അമ്പലത്തിലെ മൂർത്തികളിലൊക്കെ കഴുകി വൃത്തിയാക്കി പൊട്ടൊക്കെ വെച്ച് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവർ പോവുക. നിത്യം ഒരു 4 മണി 5 മണി എന്നുള്ളതാക്കി മക്കളൊക്കെ കിടന്ന് ഉറങ്ങാവും. അവരൊക്കെ എണീറ്റ് വരുമ്പോഴേക്കും മക്കളൊക്കെ കർമ്മികൾ. പക്ഷെ ഈ അമ്മ അത് നിത്യം അത് അങ്ങനെ ചെയ്യുന്നു. അത് ആ ദേവനോടുള്ളൊരു വിശ്വാസമാണ്. ആ ദേവനോടുള്ള വിശ്വാസം കാരണം അദ്ദേഹത്തിന് അങ്ങനെ നിത്യം ചെയ്യുന്നതുകൊണ്ട് ഒരു ദിവസം പോലും ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന് ആ അമ്മയ്ക്ക് മനസ്സിന് ഭയങ്കര സമാധാനക്കേടായിരിക്കും. ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാത്ത കാരണമായിരിക്കുമോ, അല്ലെങ്കിൽ ഇതൊരു സുഖമില്ല എന്നാൽ അവിടേക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം. ഒരു വിരുന്ന് പോയാൽ പോലും അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാനായിട്ട് അവർക്ക് കഴിയില്ല. കാരണം അവരുടെ മനസ്സിൽ ദേവനാണ്, ദേവിയാണ്. അപ്പം അവർ ചെയ്യുന്നതായ ആ ഒരു ആചാരം അത് മാറ്റാനായിട്ട് അവർക്ക് കഴിയില്ല. ആചാരം എന്ന് പറഞ്ഞാൽ നിത്യം ചെയ്യുന്നതായ ആ ക്രമം അത് മാറ്റി പിടിക്കാനായിട്ട് അവർക്ക് കഴിയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, സ്ത്രീകൾ ഈ ദേവീദേവന്മാരെ ഉപാസിച്ചാലും അവർക്ക് വേണമെന്ന കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ വീട്ടിലത്തെ ദൈവമാണ്. അത് നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവത്തിനെ, നമ്മുടെ അച്ഛനെ അമ്മേനെ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഈ ദൈവത്തിനും പരിപാലിക്കുന്നുണ്ട്. യാതൊരു തെറ്റുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പീരീഡ്സ് ആവുന്ന സമയത്ത് മാത്രം അവർക്ക് മാറി നിൽക്കാം. അത് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ യാതൊരു വിരോധമില്ല. അപ്പോൾ അതെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇതിലേക്ക് വന്ന് കയറണം എന്നുള്ളൊരു ആഹ്വാനമല്ല. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. ഞങ്ങളുടെ അച്ചാച്ചൻ, എൻ്റെ അച്ചാച്ചൻ, അത് അവരുടെ ചെറുപ്പകാലം എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ നല്ല കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അതിപ്രഗത്ഭന്മാരാണ്. കാരണം മാന്ത്രികത്തിൽ അപ്പോൾ ഈ ഒടി വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. ആ ഒടി വയ്ക്കുമ്പോൾ മറുപടി വയ്ക്കാൻ പറ്റുന്നതാണ് അച്ചാച്ചന് അത്രയും കഴിവുള്ളതാണ്. ഒടി വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാഴിക അല്ലെങ്കിൽ ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ആണ് കൽപ്പിച്ച് പോവുക. ആ മണിക്കൂർ ആകുമ്പോഴേക്കിനും അല്ലെങ്കിൽ ആ നാഴിക ആകുമ്പോഴേക്കിനും, നാഴിക എന്ന് തന്നെ പറയാം, ഇത്ര നാഴിക ആകുമ്പോഴേക്കിനും ആൾ വീണിരിക്കും അവിടെ. ആ അടിയിൽ കരിശക്തി കയറ്റും. അത് കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ തന്നെ മരിച്ചു വീഴും. ഓരോ കയ്യും കാലും ഓരോ അവയവങ്ങളുടെ ശക്തിയൊക്കെ അവർ ചലനമൊക്കെ നിന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയായാലും ശരി, കർമ്മം ചെയ്തിട്ട് ഈശ്വരൻ കൊടുത്തിട്ടുള്ള അരിയും ആയുസ്സും തീർന്നിട്ടില്ലെങ്കിൽ അച്ചാച്ചൻ അവർക്ക് ജീവൻ വെപ്പിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. ജീവൻ വെപ്പിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മരണാസന്ന നിലയിലായിരിക്കും ഉണ്ടാകുവരെ. കാരണം ഇത് അടി കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഇത്ര സമയമുണ്ട്, ആ സമയത്തിനനുസരിച്ച് അവർ പോകും, മരിച്ചു വീഴും. അപ്പം അത്രയും പവറുള്ള അച്ചാച്ചൻ. അപ്പം അച്ചാച്ചനെ ഒതുക്കാനായിട്ട് വേറെ ഇതേപോലെ തന്നെ കർമ്മികളുടെ ആവശ്യപ്രകാരം അച്ചാച്ചനെ കൊല്ലാനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയണം, ഒടി. അപ്പം അതിൽ മെയിൻ ആള് ഒരു സ്ത്രീയാണ്, ഒടി വയ്ക്കുന്ന ആള്. ആണുണ്ട്
അപ്പോൾ അവർക്കൊരു പ്രത്യേക ഭാഷയുണ്ടെന്ന്. ഒടിയായി വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഭാഷയുണ്ട്. ആ ഭാഷ ഒരച്ചാച്ചനറിയാം. അപ്പം ഇങ്ങനെ ഉറക്കത്തിൽ ഉറങ്ങി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നാണ് അച്ചാച്ചൻ ഉണരുന്നത്. അങ്ങനെയാണ് കേൾവി. അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ ആശയങ്ങൾ കൈമാറുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആളിനെ എങ്ങനെയും പുറത്തേക്ക് വരുത്തണം, അതാണ് അവരുടെ കണക്കൂട്ടല്. ആ വന്നു കഴിഞ്ഞാൽ അപ്പം പണി കൊടുക്കണം എന്നുള്ളതല്ല. അങ്ങനെ പെട്ടെന്ന് അച്ചാച്ചൻ ഉണർന്ന് നോക്കുമ്പോൾ ഇവരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. ഇവരറിയാതെ നിന്നിട്ട് അന്ന് ഈ കത്തി ഇതിനൊക്കെ കുറേ ആവശ്യമുള്ളതാണ്, ഇല മുറിക്കാനും ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ അത് കത്തിയൊക്കെ നന്നായിട്ട് തേക്കാനായിട്ട് ഈ ഒരു തലം പല വെച്ചിട്ട് അതുമ്പോൾ ഈ വെള്ളാറം കല്ലുകൊണ്ട് ഇങ്ങനെ ഇടിച്ച് അത് നിറയെ പൊടിയാക്കിയിട്ടാണ് അതൊന്ന് കത്തി മുറിച്ച് വെപ്പിക്കുക. അപ്പോൾ അതങ്ങനെ അടിച്ചടിച്ചടിച്ച് കല്ല്, വെള്ളാറം കല്ല് ഇങ്ങനെ ഉരുള പോലെ ഉണ്ട പോലെയാണ്, അത്രയും ഇതെല്ലാം ഭംഗിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അച്ചാച്ചൻ ഇവരെ അടുത്തേക്ക് ഒന്നും കണ്ടിട്ടില്ല. ഇവര് വീടിൻ്റെ 2 കോണിൽ നിന്നിട്ടാണ് അവർ ആശയങ്ങൾ കൈമാറുന്നത്. എങ്ങനെ പോകണം, നീ പോകണം, ഞാൻ പോകണം, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളതിൽ. അങ്ങനെ ആ അച്ചാച്ചൻ മനസ്സിലാക്കി ഇവർ കാണാതെ മറഞ്ഞു നിന്നിട്ട് ഏകദേശം എറിഞ്ഞാൽ കിട്ടും എന്നുള്ളതിൽ നോക്കുമ്പോൾ മന്ത്രജപത്തോട് കൂടിയിട്ട് തന്നെ ആ കല്ലിൽ ഒറ്റ എറിഞ്ഞ ചപ്പ വീണോടെ. ഈ പെണ്ണ് ഇവരറിയാതെ തന്നെ വീണിട്ടുള്ളത്. അവിടെ അല്ലാണെങ്കിൽ കഴിഞ്ഞാൽ അവരറിയുന്നതാണ്. അവരറിയാതെ അച്ചാച്ചൻ ഈ കൈകാര്യം ചെയ്തത്. അങ്ങനെ പിന്നെ അവർ അവിടെ നിന്ന് വിട്ടു. അവർ പിന്നെ അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ അവരുടേതായ ആ മായാശക്തിയിൽ അവർ വിട്ടു അവിടെ നിന്ന്. പിറ്റേ ദിവസം ഇവരുടെ വീടിൻ്റെ അടുത്തുകൂടെ, വീടിനടുത്ത് തന്നെയാണെന്ന് പറയുന്നത്, വീടിൻ്റെ അടുത്തുകൂടെ അച്ചാച്ചൻ പോവുക, ഒരാണോ എന്ന സംശയം നിർക്കാനായിട്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ നെഞ്ചിലൊക്കെ ഒരു തരം പച്ചമരുന്ന് ഇട്ടുകയാന്ന് പറഞ്ഞു. അപ്പോൾ അച്ചാച്ചൻ ചോദിച്ചു, വർത്താനം വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർ അച്ചാച്ചനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരത്തിൽ ഇരുന്ന് അവിടെ അങ്ങനെ മന്ത്രവാദം ചെയ്യുന്നതല്ല, നടന്ന് മന്ത്രവാദം ചെയ്യുന്നതാണ്. ഓരോ സ്ഥലത്തേക്ക് അവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ അന്ന് ബസ്സൊന്നും ഇല്ല, നടന്നു പോയിട്ട് മന്ത്രവാദം ചെയ്ത് അതിന്ന് കിട്ടുന്ന കൂലി നെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേ സ്പീഡിൽ തന്നെ നടന്നിട്ട് രാത്രി നല്ല പകലില്ലാണ്ട് ആൾ വീട്ടിലേക്ക് എത്തും. തുണയ്ക്കാരികളുണ്ടാകും ഈ നെല്ലൊക്കെ എടുക്കാനായിട്ട്. അപ്പം ഈ പറഞ്ഞു വന്ന ഈ സ്ത്രീയുടെ അടുത്തേക്ക് ഇവരുടെ വീടിൻ്റെ അടുത്ത് വന്ന് നോക്കുമ്പോൾ നെഞ്ചിലൊക്കെ മരുന്ന് എല്ലാം അരച്ചിട്ട് ഇങ്ങനെ നീര് വെട്ടാനുള്ള മരുന്ന് ഇട്ടിരുന്നത്. അപ്പോൾ അത് എന്താ ഉണ്ടായേ എന്ന് അച്ചാച്ചൻ ചോദിക്കുമ്പോൾ പറയും, അയ്യോ ആങ്ങളെ, ഇന്നലെ ഞാൻ കാല് തെറ്റിന്ന് വീണതാ, അവിടെ നെഞ്ചടിച്ചു വീണെന്ന് പറഞ്ഞു. നന്നായി നോക്കിയോളോട്ടാന്ന് പറഞ്ഞ അച്ചാച്ചൻ പോകുന്നു. അപ്പം ഇതുവരെ തന്നെയല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അച്ചാച്ചൻ്റെ ആ ഒരു വരവുണ്ടായത്. അപ്പോൾ സംശയം തീർന്നു. അപ്പം ഈ പറഞ്ഞു വന്നത് അവർ ചെയ്തത് തെറ്റോ ശരിയൊന്നല്ല ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പം ആ സ്ത്രീകളും അതിശക്തിയോട് കൂടിയിട്ട് കർമ്മ മേഖലയിലുണ്ടായിരുന്നു എന്ന് പറയണം. അപ്പം അവരും ഒന്നുകിൽ അതൊരു ഉപജീവന മാർഗമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇഷ്ടമായിരിക്കാം. ദൈവിക ശക്തിയോട് കൂടിയിട്ട് ഇങ്ങനെ വേഷം മാറിയിട്ട് നടക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒക്കെ വയറ് നിമിത്തം തന്നെ, ഉദര നിമിത്തം പരികൃത വേഷം. അപ്പോൾ ആ വയറിന് വേണ്ടിയിട്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന പണി, പഠിച്ച പണി, അറിയുന്ന പണി അത് ചെയ്യുക എന്നുള്ളത്, ഒരാളെ ഉപദ്രവിക്കാതെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ അപ്പോൾ സ്ത്രീകൾക്കായാലും അവർ അതിനുള്ളതായ ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ളതായാലും ശരി മന്ത്രങ്ങളൊക്കെ പഠിക്കാൻ ധാരാളം, അങ്ങനെ മന്ത്രങ്ങളൊക്കെ പഠിച്ച് ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലുമൊക്കെ വന്ന സമയത്ത് ഇതിൻ്റെ കർമ്മികൾ വീട്ടിൽ നാഥനില്ല എങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ ചരട് ജപിച്ചു കൊടുക്കാനോ ഒക്കെ അവരെ കൊണ്ട് കഴിയും. അപ്പോൾ കർമ്മ മേഖലയിൽ അവർ വന്നാലും കൃത്യമായിട്ട് അവർക്കത് ഉദ്ദേശിച്ച കർമ്മങ്ങൾ വിജയിപ്പിക്കാൻ കഴിയും. അപ്പോൾ കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പഠിക്കുക. ഒരു ഭദ്രാളുടെ മന്ത്രം എന്താണ്, ഇനി ചാത്തൻ്റെ മന്ത്രം എന്താണ്, ഇനിയിപ്പോൾ അതുമല്ല ഒരു സുദർശനം എങ്ങനെയാണ് മന്ത്രം ചെയ്യുക, പരിഹാരത്തിന് ചെയ്യുക. അപ്പോൾ ഒരു ഭദ്രകാളിലാണെങ്കിൽ ഒരു 1008 അല്ലെങ്കിൽ 3008 തവണ അതൊരു 41 ദിവസമൊക്കെ ജപിക്കാനായിട്ട് നോക്കുക. അങ്ങനെ 41 ദിവസമൊക്കെ 2 നേരം കുടിച്ച് വൃത്തിയോട് കൂടിയിട്ട് ഇങ്ങനെ ജപിക്കുമ്പോഴൊക്കെ ദൈവികമായിട്ടുള്ള ശക്തി ചൈതന്യങ്ങളിൽ അവരിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു 41 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. അത്രയെങ്കിലും ആയി കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ അത് തുടർന്നാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്ഥിരമായിട്ടിരിക്കണം എന്ന് പറയണില്ല. അവർ ചെയ്താലും
അത് ആ വ്യക്തിക്ക് സുഖമാവുകയും അവർക്കോ അവരുടെ ധർമ്മദൈവങ്ങൾക്കോ ദോഷമില്ലാത്ത തരത്തിൽ ചെയ്യുകയും വേണം. അപ്പോഴാണ് ചെയ്യുന്ന പണി കൊണ്ട് ഒരു വിജയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഏറെ നാശാവും. ഇപ്പൊ സ്ത്രീകളെന്ന് മാത്രമല്ല, പുരുഷന്മാരായാലും ശരി, കർമ്മം ചെയ്യുന്നവരെ ആ കർമ്മം കൃത്യമായിട്ട് ഇപ്പൊ പലരും യൂട്യൂബിലൊക്കെ നോക്കി ഒരു 2-3 മാസമൊക്കെ അല്ലെങ്കിൽ കുറച്ച് മന്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് അവർ വലിയ കർമ്മികളാവാനായിട്ട് നോക്കുന്നുണ്ടാവും. അതൊക്കെ ഗുണത്തേക്കാളേറെ ദോഷങ്ങളുണ്ടാകുക. കാരണം എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം, ഇന്നമാതിരി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാറ്റാം, അത്തരം അറിവുകളൊക്കെ ഉണ്ടായിരിക്കണം. അല്ലാതെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചില പ്രേതദോഷങ്ങളോ ശക്തമായിരിക്കുന്നതായ മറ്റു മൂർത്തികളുടേതായ ശൈവശക്തയ വൈഷ്ണവമായിരിക്കുന്ന മൂർത്തികളുടെ ദോഷങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അടികിട്ട് കർമ്മിക്കുകയോ ചിലപ്പോൾ കൃത്യമായിട്ടുള്ളതായ ഒരു ശക്തിയോ അല്ലെങ്കിൽ ധർമ്മദൈവങ്ങളുടെ പിൻബലമോ ഇല്ലെങ്കിൽ ശരിക്ക് പണി കിട്ടും. എടുക്കുന്നതൊക്കെ പിഴയ്ക്കും ചെയ്യും. ചെയ്തോളണം എന്ന് നിർബന്ധം ഞാൻ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അതിന് ഏകമാർഗം കൃത്യമായിട്ട് ദേവതന്മാരെ ഉപാസിക്കുക, പ്രാർത്ഥിക്കുക. അവരുടെ ശക്തി അല്ലെങ്കിൽ അവരുടെ ഒരു ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും എന്നുള്ള, അത് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് സ്വയം ബോധ്യമാകുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ഏതൊരാൾക്കും കർമ്മത്തിൽ വിജയങ്ങൾ ഉണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. അവർക്കും അവരുടെ ധർമ്മദൈവങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഈ വാക്കുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.